രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ മുംബൈയുടെ ഗതി അധോഗതിയായിരിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടുപ്പിച്ച് രണ്ടാമത്തെ മത്സരം ഇന്ന് തോറ്റിരിക്കുകയാണ്. അതും വലിയ നാണക്കേടിന്റെ തോൽവിയാണ് മുംബൈ ഇന്ത്യൻസ് ഏറ്റുവാങ്ങിയത്. IPLന്റെ ചരിത്രം തന്നെ SRH തിരുത്തി കുറിച്ചു. 277 റൺസ് കിട്ടുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ന് മത്സരം കഴിഞ്ഞ് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാൻ പറഞ്ഞതൊന്നും പാണ്ഡ്യ കൂട്ടാക്കുന്നില്ല. അവന് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കടമ ബാറ്റിങ്ങിൽ ഞാൻ നിർവഹിച്ചു. പക്ഷേ ഇതുപോലത്തെ ഒരു ടാർഗറ്റ് മറികടക്കണമെങ്കിൽ അതത്ര ഈസിയല്ല. ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ പൊരുതി നോക്കി, അത്രമാത്രം. ബൗളിംഗ് വളരെ മോശമായിരുന്നു. പാണ്ഡ്യ അവന് ഇഷ്ടമുള്ള താരങ്ങൾക്കാണ് ബൗൾ കൊടുക്കുന്നത്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ടീമിലെ ആർക്കും തന്നെ അത്ര ഇഷ്ടമല്ല. ബുംറയും എന്നോടിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിലെ ഐക്യമത്യം കുറഞ്ഞിരിക്കുകയാണ്. താരങ്ങൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുന്നുണ്ട്. SRHനെതിരെ ഈ തോൽവി ഞാൻ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടതാണ്. ടീം മാനേജ്മെന്റ് ഇടപെട്ട് കാര്യങ്ങൾ ശരിക്ക് ചെയ്തില്ലെങ്കിൽ മുംബൈ ടീം പ്ലേ ഓഫ് പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. രോഹിത് പോലും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് പാണ്ഡ്യയാണ്. പാണ്ഡ്യ കാര്യങ്ങൾ ശരിക്ക് ചെയ്യുന്നില്ലെന്നാണ് രോഹിത് പറയുന്നത്. അവന് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഫലം ഇന്ന് പാണ്ഡ്യയ്ക്ക് കിട്ടി. മുംബൈ ഇന്ത്യൻസിനെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. SRH അവരുടെ ചരിത്രമാണ് തിരുത്തി കുറിച്ചത്. കളി തോറ്റാലും മുംബൈ ആരാധകർക്ക് വിഷമമില്ല. കാരണം പാണ്ഡ്യയ്ക്ക് പണി കിട്ടിയത് കൊണ്ട് അവർ ഹാപ്പിയാണ്. അടുത്ത മത്സരത്തിലെങ്കിലും മുംബൈ ശരിക്കും കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇന്ന് മുംബൈക്ക് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.